അത് പോലീസുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ആക്രമിച്ചത്. അതുകൊണ്ടായിരിക്കും ഇപ്പം ഞങ്ങൾക്കൊക്കെ സത്യത്തിൽ പേടിയാണ്. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. നമ്മളീ പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഇടപെടാതെ പോവുകയാണ്. ഇദ്ദേഹം എന്തോ നമസ്കാരം. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹപ്രവർത്തകന് പോലീസ് ഉദ്യോഗസ്ഥർ വേദനയോടെ യാത്രയയപ്പ് നൽകുകയാണ്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ കൂടിയായ ശ്യാം പ്രസാദാണ് ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് മരണപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അദ്ദേഹം ജോലി ചെയ്ത കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. പോലീസ് ക്ലബിലെ പൊതുദർശനത്തിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം മാഞ്ഞൂരിലേക്ക് കൊണ്ടുപോകും. ഇന്ന് വൈകുന്നേരം 7:30-യോടെയാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് കോട്ടയം തെള്ളകത്ത് കാരിത്താസ് ഹോസ്പിറ്റലിന് സമീപമുണ്ടായ കടയിൽ വെച്ച് ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഒരു ക്രിമിനൽ അദ്ദേഹത്തിനെ ചവിട്ടി വീഴ്ത്തുന്നത്. അതേ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ജിബിൻ ജോർജ് എന്ന ആളെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത്. സാഹസികമായാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവരെ പിടികൂടിയത്. കുമരകം SHO ആയ ഷിജി അദ്ദേഹമാണ് അതുവഴി കടന്നു വരുന്നത്. ആ സമയം ഈ വാഹനത്തിന് അവരുടെ വാഹനത്തിന് ശ്യാം പ്രസാദ് കൈ കാണിച്ച് നിർത്തുകയായിരുന്നു. അതിനുശേഷമാണ് എന്നെ ഒരാൾ ആക്രമിച്ചു എന്ന് പറയുകയും തുടർന്ന് ഈ ജിബിൻ ജോർജിനെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ജിബിൻ ജോർജ് സമീപത്തിലുള്ള ഒരു തോട്ടത്തിലേക്കാണ് ഓടിപ്പോയത്. അതിസാഹസികമായി തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഈ CIയും ചേർന്ന് പിടികൂടുകയായിരുന്നു. സാഹസികമായി തന്നെ 200 മീറ്ററോളം അയാളെ ഓടിച്ച് പരിചിതമില്ലാത്തൊരു സ്ഥലത്തേക്ക്, അതായത് ഒരു കാടുണ്ട്, ആ കാട്ടിലേക്ക് കയറിയാണ് പിടികൂടുന്നത്. അങ്ങനെ സാഹസികമായി തന്നെ ജിബിൻ ജോർജിനെ കീഴടക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ തൊട്ട് സമീപത്തുള്ള തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയായിരുന്നു. വാഹനത്തിനുള്ളിൽ തന്നെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും പിന്നീട് അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും 4 മണിയോടെ ശ്യാം പ്രസാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയായിരുന്നു. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. കോട്ടയത്ത് ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ താമസിക്കുന്നു. അവർ തമ്മിൽ പലപ്പോഴായി സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ വെറുതെ ഈ കടയിൽ മുറുക്കുന്നതിനായി, ചായ കുടിക്കുന്നതിനായി ആ കടയിലേക്ക് വന്നതായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ SHOയ്ക്കൊപ്പം കുടമാളൂർ പള്ളിയിലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഏറെ നേരം അദ്ദേഹം ഡ്യൂട്ടി ചെയ്തിരുന്നു. ഈ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം കോട്ടയം കടുത്തുരുത്തി മാഞ്ഞൂരിലുള്ള വീട്ടിലേക്ക് പോകും വഴിയാണ് അദ്ദേഹം ഈ കടയിലെത്തിയത്. പതിവായി അദ്ദേഹം ഈ കടയിൽ എത്താറുണ്ടായിരുന്നു. ആ സമയമാണ് ജിബിൻ ജോർജ് എന്ന ആളുമായി ഈ കടയിലുള്ള ഈ കടക്കാരൻ തർക്കം നടക്കുകയായിരുന്നു. ഉടനെ പോലീസുകാരനെ വിളിച്ചു കാണിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നു, നിന്നെ പിടികൂടുമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇതിൽ പ്രകോപിതനായ അക്രമി അദ്ദേഹത്തിനെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. താഴെ വീണു. അതിനുശേഷവും അദ്ദേഹം ചവിട്ടി എന്നാണ് പറയപ്പെടുന്നത്. അക്രമത്തിനിരയായ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാം പ്രസാദ് പോലീസ് വാഹനം വഴിയിൽ തടഞ്ഞു നിർത്തുകയും തന്നെ ആക്രമിച്ച ആളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്നാൽ ഉടൻ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ പിടികൂടുകയും ചെയ്തു. എന്നാൽ ഈ സഹപ്രവർത്തകൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ വിഷമത്തിലാണ് എല്ലാവരും. ഏകദേശം ഒരു 2 വർഷത്തോളമാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ SHOയുടെ ഡ്രൈവറായി ശ്യാം പ്രസാദ് ജോലി ചെയ്ത്. ഒരു ശാന്ത സ്വഭാവക്കാരനായിരുന്നു ഇദ്ദേഹമെന്ന് സഹപ്രവർത്തകർ പറയുന്നു. മാത്രമല്ല ആരോടും അധികം സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല. 2018-ലാണ് അദ്ദേഹം സർവീസിലേക്ക് ആംഡ് പോലീസായി കയറുന്നത്. പിന്നീട് 2022 ആകുമ്പോഴത്തേന് കോട്ടയം ജില്ലാ പോലീസിലേക്ക് എത്തുകയായിരുന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം സുദീർഘമായ ഒരു സേവനം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് യാതൊരു പ്രകോപനവുമില്ലാതെ അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി ആക്രമത്തിൽ അദ്ദേഹം മരണപ്പെടുന്നത്. ഏതായാലും ഇദ്ദേഹത്തെപ്പറ്റി വേദനയോടെയാണ് സഹപ്രവർത്തകരൊക്കെയും ഓർത്തെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നിറകണ്ണുകളോടെയാണ് അദ്ദേഹത്തിനെ അവർ യാത്രയാക്കുന്നത്. ശ്യാം പ്രസാദ് ഞങ്ങളുടെ IP അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് ഒരു 1.5 വർഷമായിട്ട് ഇവിടെ ജോലിയിലുണ്ട്. അദ്ദേഹം വളരെ ശാന്ത സ്വഭാവക്കാരനായ ഒരു പോലീസുകാരനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്നതാണ്. ഭാര്യയും 3 കുട്ടികളുമാണ് ഉള്ളത്. ആരോടും മെക്കിട്ട് കയറാൻ പോകുന്നൊരു സ്വഭാവക്കാരനല്ല. ഇന്നലെ എന്തോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി. 11:30 മണി കഴിഞ്ഞാണ് കുടമാളൂർ പള്ളിയിലെ ഗാനമേള ഡ്യൂട്ടിയും അതിനെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു 11:30 മണി കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് പോലീസുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ആക്രമിച്ചത്. അത് ആ കടക്കാരൻ പോലും അത് പറയുന്നുണ്ട്. അദ്ദേഹം പോലീസുകാരനാണെന്ന് അറിഞ്ഞ് തന്നെയാണ് അദ്ദേഹത്തോട് ഈ രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്.
അത് ഞങ്ങൾക്കെല്ലാം വളരെയധികം വിഷമമുണ്ട്. കാരണം പോലീസിൻ്റെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, സമൂഹത്തിൽ പോലീസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ ആക്രമണങ്ങളുടെ മറ്റൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. നമുക്കെന്തോ ഒന്നും പറയാൻ പ്രത്യേകിച്ചില്ല. അവൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു, അവൻ്റെ 3 കുട്ടികൾക്ക് അച്ഛനില്ലാതെയായി, അതേ ഇതിൽ പറയാനുള്ളൂ. ഞങ്ങൾക്ക് അത് 1.5 വർഷത്തോളമായിട്ട് ഇവിടെ ജോലിയിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാം വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. അതിനകത്ത് ഞങ്ങൾ പോലീസുകാരെന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ അധികം സങ്കടമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ദാരുണമായ മരണത്തിൽ. എല്ലാ കാര്യത്തിലും പുള്ളി ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അദ്ദേഹം എല്ലാ കാര്യത്തിനും അദ്ദേഹം ആക്റ്റീവാണ്. അത് IP അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും അദ്ദേഹം ആക്റ്റീവാണ്, ഡ്യൂട്ടിയിൽ ആക്റ്റീവാണ്. കാരണം ആളൊരു ശാന്ത സ്വഭാവക്കാരനാണെങ്കിൽ ഡ്യൂട്ടിയിലൊന്നും വിട്ടുവീഴ്ചയില്ല, കർക്കശമായ ഡ്യൂട്ടി തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ രാപകലില്ലാത്ത ഡ്യൂട്ടിയാണല്ലോ ഞങ്ങൾ. വീട്ടിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ അത്രയും തുറന്ന ആരോടും അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വേറെബൌട്ട് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 3 കുട്ടികളുണ്ടെന്ന് തന്നെ ഈ സംഭവത്തിന് ശേഷം അറിയുന്നത്. അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് സത്യത്തിൽ അറിയത്തില്ല. കാരണം അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്യാറില്ല ആരോടും. അങ്ങനെ അദ്ദേഹം വന്ന് ആരോടൊന്നും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. സത്യത്തിൽ ആരോടും അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കുന്നൊരു വ്യക്തിയല്ല. വളരെ ശാന്ത സ്വഭാവക്കാരനായ ഒരു പോലീസുകാരനാണ്. ഡ്യൂട്ടിയിലൊക്കെ പഞ്ച്വാലിറ്റിയുള്ള പോലീസുകാരനാണ്. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം നല്ല ക്വാളിറ്റിയുള്ള പോലീസുകാരനാണ്. അദ്ദേഹം നമുക്ക് എൻ്റെ അറിവിൽ ഇവിടെ നല്ല ക്വാളിറ്റിയുള്ളൊരു പോലീസുകാരനാണ്. ഒരു പാവപ്പെട്ടൊരു പോലീസുകാരനാണ്. ഒരു ദാരുണമായൊരു സംഭവമാണ്. അതെ, ഒരു ദാരുണമായൊരു സംഭവമായിപ്പോൾ. കാരണം ഇപ്പോൾ അടിക്കടി പോലീസുകാർ ഉപദ്രവിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സത്യത്തിൽ പേടിയാണ്. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. ഞാൻ പോകുന്ന സമയത്ത് സത്യത്തിൽ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല. അത് നമ്മളീ പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഇടപെടാതെ പോവുകയാണ്. ഇദ്ദേഹം എന്തോ പരിചയമുള്ളൊരു കടക്കാരനായിരുന്നെന്ന് തോന്നുന്നു അദ്ദേഹം. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം ഈ മാഞ്ഞൂരിൽ താമസിക്കുന്ന ആളാണല്ലോ. അപ്പോൾ അങ്ങനെ പോയ വഴിയാണ് ഈ സംഭവം കണ്ടപ്പോൾ അദ്ദേഹം ഇറങ്ങി അദ്ദേഹം വീഡിയോ എടുത്തെന്നാണ് തോന്നുന്നത്. ഇവരുടെ ഈ സംഭവം അദ്ദേഹം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇവൻ ഇതിനകത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് ചെന്ന് ഉപദ്രവിക്കാനായിട്ട് ചെയ്തത്. അതാണ് കടക്കാരനും പറഞ്ഞത്. കടക്കാരൻ്റെ വൈഫും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ശ്യാംപ്രസാദ് ശരിക്കും പ്രതികളോട് പോലും വളരെ അല്ല അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ഡ്രൈവർ പോലീസ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പ്രതികളോട് ഒരു രീതിയിലും ഇടപെടേണ്ട കാര്യം വരുന്നില്ല. പിന്നെ അദ്ദേഹം IP അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹം അതിനകത്ത് ഇടപെടാറുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഒരു വിഷമകരമായ ഒരു സംഭവം തന്നെയാണ്, ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സംഭവിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.